നമസ്കാരം. ഈയിടെയായിട്ട് എൻ്റെ ഒ പി ഡിയിൽ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട്. മുട്ട് വേദനയാണ്, മടക്കുമ്പോൾ പെയിൻ ഉണ്ട്, മുട്ട് സ്വെല്ല് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലിപ്പോൾ പ്രായഭേദമന്യാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. 35 40 വയസ്സുള്ള ആൾക്കാർ വരെ മുട്ടുവേദനയാണെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് വരുന്നുണ്ട്. അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. എന്താണ് നീ ജോയിൻറ്റ്, എന്താണ് നീ ജോയിൻറ്റിന് കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾ, എന്തൊക്കെ ഇഞ്ചുറീസ് ആണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അതാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഈ നീ ജോയിൻറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. മുകളിൽ നിന്ന് തുടയെല്ല്, താഴേന്ന് 2 എല്ലുകളുണ്ട്. ആ 2 എല്ലുകളിൽ ഒരെണ്ണം മാത്രമേ ഇതിൽ ജോയിൻറ്റ് ഫോർമേഷനിൽ ഇൻവോൾവ് ആവുന്നുള്ളൂ. പിന്നെ ചിരട്ട. ഇങ്ങനെ 3 ബോണുകൾ ചേർന്നതാണ് നീ ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുതരം ഹിഞ്ച് ജോയിൻറ്റ് അല്ലെങ്കിൽ സൈനോവിയൽ ജോയിൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫോർമേഷൻ ആ ഒരു ഘടനയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഫേമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിഗമെൻസും ടെൻഡൻസും ഉണ്ട്. അതായത് മെയിൻലി 10 ലിഗമെൻറ്റുകളുണ്ട് നീ ജോയിൻറ്റിന്. അപ്പോൾ നമ്മളുടെ സ്പോർട്സ് ഇഞ്ചുറീസ്, ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന മുട്ടുവേദനകൾക്കൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ലിഗമെൻറ്റ് ടയർ ആണ്. അപ്പോൾ ഈ മുട്ടുവേദന പറയുന്ന ഒട്ടുമിക്ക യങ്ങർ ഏജിലുള്ള ആൾക്കാരിലും നമ്മൾ പ്രധാനമായിട്ടും സസ്പെക്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗമെൻറ്റ് ടയറാണ്. അങ്ങനെ ലിഗമെൻറ്റ് ടയറുള്ള ഒരു പേഷ്യൻ്റ് ആണ് നിങ്ങളടുത്ത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ മെയിൻലി പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവുക ഈ മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റിൻ്റെയും ലേറ്ററൽ കൊളാറ്ററൽ ലിഗമെൻറ്റിൻ്റെയും ഇൻസേർഷൻ്റെ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് പെയിൻ ഉണ്ടാവുക. അതായത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് അസഹനീയമായ പെയിൻ ഉണ്ടാവും ആ അല്ലെങ്കിൽ ഈ ഭാഗത്ത് പെയിൻ ഉണ്ടാവും. പിന്നെ ഇത് 2 ഭാഗത്തും പെയിൻ ഉണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മൂവ്മെൻറ്റിലും പെയിൻ തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലിഗമെൻറ്റ് ടയർ സസ്പെക്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ കൂടെ വേറെയും സിംറ്റംസുകൾ ഉണ്ട്. അതൊരു ക്ലിനിക്കൽ ഇവാലുവേഷന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇനി ഒരു ഓൾഡർ ഏജിലുള്ള ഒരു പേഷ്യൻ്റ് നിങ്ങളടുത്ത് വരുന്നത് മെയിൻലി ഓസ്റ്റിയോ ഡീജനറേറ്റീവ് ചേഞ്ചസോ ആയിട്ടായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് നിങ്ങളടുത്ത് വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്വെല്ലിംഗ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ തൈ മസിൽസ് സ്റ്റിഫായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പൊപ്ലിയേറ്റൽ ഫോസ, പുറകിലുള്ള ഈ ഫോസ പോലെയുള്ളത് ഭയങ്കര സ്റ്റിഫായിരിക്കും. നിങ്ങൾക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഒരുതരം പിന്നുകൊണ്ട് കുത്തുന്ന പോലുള്ള പെയിനുകളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവലാണ്. വൈറ്റമിൻ ഡി ലെവൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരം പെയിനുകൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പം ഇത്തരം പെയിനുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു കൺസൾട്ടേഷൻ എടുക്കുക, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. താങ്ക് യു. ആയുർ സത്യ ആയുർവേദ മെഡിക്കൽ സെന്റർ, അലൈൻ സെന്റർ, ബർദുബായ്.